കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ആരാ വിളിച്ചേ? പെണ്ണുങ്ങൾ ഗോളടിച്ച് കളഞ്ഞല്ലോടാ. എന്താ? അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഏതോ ഒരു അതിഗംഭീര വക്കീലാണെന്ന്. അതാര്? അതറിയില്ല, പക്ഷേ കോടതിയെ കെടുകിട വിറപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. അഡ്വക്കേറ്റ് ജഗന്നാഥ മിശ്രയുടെ ജൂനിയറായ അഡ്വക്കേറ്റ് രാജഗോപാലിനെ പോലും വാദിച്ച് തോൽപ്പിച്ച് കളഞ്ഞുവെന്ന്. നമ്മളറിയാത്ത അങ്ങനെ ഏത് വക്കീല? അല്ല, ഇവളുമാർ അയാളെ എവിടുന്ന് പൊക്കി? വക്കീലാണല്ല, പെണ്ണാ. പെണ്ണോ? അതെ, അതുകൊണ്ടല്ലേ അവളുമാർ യൂണിയൻ ഉണ്ടാക്കിയത്. അല്ലേട്ടാ, പക്ഷെ കാര്യം എന്തായാലും നമുക്ക് ഗുണമായിട്ടല്ലേ വരുള്ളൂ. എന്തു ഗുണം? അല്ല, അവളുമാർ ഈ വക്കീലിനെ ഇറക്കിയതുകൊണ്ടാണല്ലോ ആ രാജഗോപാൽ വക്കീലിനെ തറ പറ്റിച്ചത്. അതുകൊണ്ട് രാജഗോപാൽ ചെട്ടിയാറുടെ വക്കീലല്ലേ? അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങൾ ജയിച്ചാൽ അത് മാണിക്യമംഗലത്തുകാരുടെ വിജയമല്ലേ? അല്ല, ഒരിക്കലുമല്ല. പെണ്ണുങ്ങൾ ജയിച്ചാൽ അതെങ്ങനെയാണ് മാണിക്യമംഗലത്തുകാരുടെ വിജയമാകുന്നത്? അയ്യോ, പരാജയമല്ലേ? ഇതിലും ഭേദം ചെട്ടിയാർക്ക് മുന്നിൽ തോറ്റു കൊടുക്കുന്നതല്ലേ? എടാ, ലോകത്ത് ആരുടെ ഔദാര്യം സ്വീകരിച്ചാലും ആണൊരുത്തൻ പെണ്ണിന്റെ ഔദാര്യം സ്വീകരിക്കരുത്. അതിനുള്ള നാണക്കേട് ഈ ഭൂമിയിൽ മറ്റൊന്നിനുമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പണ്ടേക്ക് പണ്ടേ ഋഷീശ്വരന്മാർ പറഞ്ഞതാ. വ്യാസൻ മഹാഭാരതത്തിൽ ധർമ്മപുത്രരെ കൊണ്ട് ചൂതുകളിൽ തോറ്റു നിൽക്കുന്ന സമയം പറയിക്കുന്നുണ്ട്. വനവാസത്തിന് പോയാലും മരിക്കേണ്ടി വന്നാലും പെണ്ണിന്റെ ഔദാര്യം വേണ്ട എന്ന്. പഞ്ചപാണ്ഡവന്മാർ ചൂതുകളിയിൽ കൗരവരോട് തോറ്റപ്പോൾ പാഞ്ചാലി ഒറ്റയ്ക്ക് ചൂതുകളി ജയിച്ച ഒരു കഥയുണ്ട്. രാജ്യവും സിംഹാസനവും എല്ലാം അവൾ തിരിച്ചു പിടിച്ചു. പക്ഷേ അത് സ്വീകരിക്കാൻ ധർമ്മപുത്രർ തയ്യാറായില്ല. പെണ്ണിന്റെ മിടുക്കും ദയയും കൊണ്ട് നേടിയെടുക്കുന്നതൊന്നും ഒരു ഹസ്തിനപുരവും ശാശ്വതമല്ലെന്ന് 3 നേരവും ധർമ്മം മാത്രം വെട്ടിവിഴുങ്ങുന്ന ധർമ്മപുത്രർക്ക് പോലും അതറിയാമായിരുന്നു. എടാ, ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കും കൂടെ വേണ്ടിയാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. മണ്ണിനെ നമ്പാം, പക്ഷേ പെണ്ണിനെ നമ്പാൻ പാടില്ല. അവള് ചതിക്കും, ആരെയും ചതിക്കും. ചിരിച്ചുകൊണ്ട് ചതിക്കും, ചതിച്ചുകൊണ്ട് ചിരിക്കും. അത് സൃഷ്ടിച്ച സ്വന്തം തന്തയാണെങ്കിലും താലികെട്ടി കൂടെ പുറപ്പിച്ച ഭർത്താവിനെയാണെങ്കിലും പെണ്ണിന് മാത്രം ദൈവം കൽപ്പിച്ചു നൽകിയ അനുഗ്രഹമാടാ അത്. നമ്മൾ സൂക്ഷിക്കണം. ആണുങ്ങള് ഒരുപാട് സൂക്ഷിക്കണം. കേറാൻ വരട്ടെ, ഒറ്റ മിനിറ്റ്.
ഇതെന്ത് ഫാൻസി ഡ്രസ് മത്സരം വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, ഇവളെ ഈ വേഷത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. അപ്പൊ ഇയാള് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ഈ നിൽക്കുന്ന അഡ്വക്കേറ്റ് ജനനി സേതുമാധവനല്ലേ ഇന്ന് കോടതിയെ വിറപ്പിച്ച ആ വക്കീല്? മാണിക്യമംഗലത്തെ ഗ്രൂപ്പിന് വേണ്ടി ചെട്ടിയാർ ഗ്രൂപ്പിനെതിരെ 1500 കോടിയുടെ കേസ് വാദിക്കാൻ ഇന്ന് കോടതിയിൽ ഹാജരായ വക്കീല. സുപ്രീം കോടതിയെ കിടുകിടാ വിറപ്പിച്ച സാക്ഷാൽ ജഗന്നാഥ മിശ്രയുടെ ശിഷ്യൻ അഡ്വക്കേറ്റ് രാജഗോപാലിനെ കണ്ടം തുണ്ടം വെട്ടി കണ്ടം വഴി ഓടിച്ച അഭിനവ ജാൻസി റാണി. തീർന്നില്ല. നാളെ ചിലപ്പോഴേ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായി മാറി തെളിവുകളില്ലാതെ അവസാനിച്ചു പോകാൻ സാധ്യതയുള്ള പുന്നപ്ര സിന്ധുവധ കേസ് വാദിക്കുന്ന വക്കീലായും അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ഞങ്ങള് അതിനുള്ള നീക്കങ്ങളൊക്കെ അതീവ രഹസ്യമായി നടത്തുന്നുണ്ട്. സിന്ധു വധക്കേസ് മാത്രമല്ല, ഇനിയും പുറം ലോകം കാണാത്ത പല കൊലപാതക കേസുകളും ലാഭേച്ഛയില്ലാതെ ഏറ്റെടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നാടൊന്ന് മാറ്റിമറിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. നാട് മാത്രമല്ല, വീടും. കണ്ണ് തട്ടാതിരിക്കട്ടെ. കോടതിയിലെ പെർഫോമൻസ് ഒരുപാട് പേര് കണ്ടതല്ലേ. തന്നെയുമല്ല, ഇവിടെയും ഉണ്ടല്ലോ കണ്ണുകള്. എന്തായാലും ജനനി തകർത്തു വാരി. കള്ളന്മാരും കൊള്ളക്കാരും സൂക്ഷിക്കുന്നത് നല്ലതാ. നിങ്ങൾ നോക്കി നിൽക്കാതെ വാ പിള്ളേരെ. അതെ, ഹലോ, ആണുങ്ങളാണെന്ന് വർഗസ്നേഹം കൊണ്ട് ഞാൻ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. മാണിക്യമംഗലത്തെ പെണ്ണുങ്ങളെ ഒടുക്കത്തെ സ്ട്രോങ്ങാ. ഉടക്കാൻ നിന്ന നിങ്ങൾ പപ്പടമായി പോകും. നാളെ ഈ വീട്ടിൽ ചില ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാ. അപ്പോ അത് ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടണം. നനഞ്ഞിടം കുഴിക്കുകയാണെന്ന് തോന്നരുത്. എനിക്കിവിടെ വേറെ 1000 കൂട്ടം പണിയുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നാന്തരം ക്ലീനേഴ്സ് ആണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിച്ചല്ലോ. ആ
സ്ഥിതിക്ക് ഈ പണി നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു പൊടി പോലും താഴെ കിടക്കാൻ പാടില്ല. ക്ലീൻ നക്കി തുടയ്ക്കണം. പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്കാനേ ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ഗോൾഡൻ ചാൻസാ ഇത്. വെറുതെ ഈഗോ കാണിച്ച് അത് നശിപ്പിക്കരുത്. സംജാ? അച്ഛാ.